നമസ്കാരം. കലയുടെ വേരുകൾ തേടിയുള്ള യാത്ര ഇന്ന് എത്തിയിരിക്കുന്നത് മീനങ്ങാടി പാലയ്ക്കാമൂലയിലെ ഒരപ്പുവയലിലാണ്. ഒരപ്പുവയലിലെ ഈ വീട്ടിൽ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്ത് ഒരു കലാകാരിയുണ്ട്, നമ്മുടെ സാലിച്ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ എന്താ പറയുക, ചേച്ചിയുടെ ചിത്രങ്ങളായാലും അതുപോലെ തന്നെ ചേച്ചി ചെയ്യുന്ന പേപ്പർ വർക്കുകൾ, ബോട്ടിൽ ആർട്ടുകൾ, അതുപോലെ തന്നെ പേപ്പർ കൊണ്ട് തന്നെ പേനകൾ, ഒരുപാട് പ്രകൃതിക്ക് വളരെ അനുയോജ്യമായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് വസ്തുക്കളൊക്കെ ചേച്ചി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ആവശ്യമായ ഹെയർ ബാൻഡുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, മാലകൾ, വളകൾ, അല്ലേ ചേച്ചി? ഒരുപാട് സംഭവങ്ങൾ ചേച്ചി ഉണ്ടാക്കുന്നില്ലേ? ഓക്കെ, അതൊക്കെ ചേച്ചി ഇന്നിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിൽക്കുന്നുമുണ്ട്. അപ്പം നമ്മുടെ സാലിച്ചേച്ചിയുടെ വിശേഷങ്ങളാണ് നമ്മൾ വേരുകളിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് ചേച്ചിയുടെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. തളർന്ന ശരീരവുമായി അത്ഭുതങ്ങൾ തീർക്കുകയാണ് മീനങ്ങാടി പാലയ്ക്കാമൂല ഒരപ്പുവയൽ സ്വദേശി സാലി. ചിത്രരചന, ബോട്ടിൽ ആർട്ട്, എംബ്രോയിഡറി, പേപ്പർ കൊണ്ടുള്ള പേന നിർമ്മാണം, വിവിധ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, ഇങ്ങനെ നീണ്ടുപോകുന്നു സാലിയുടെ കഴിവുകൾ. ഇരുന്നിടത്തുനിന്ന് 1 ഇഞ്ച് അനങ്ങണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണം. എങ്കിലും ഒന്നിലും വിട്ടുകൊടുക്കാൻ സാലി തയ്യാറല്ല. എൻ്റെ പേര് സാലീനാണ്. ഞാൻ വയനാടാണ്. എനിക്ക് ചേച്ചിമാർ 4 പേര്, ആങ്ങളമാർ 2 പേര്. എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞു. എല്ലാവരും 2 ഏട്ടന്മാരും അടുത്തടുത്താണ്. പിന്നെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ചെറുപ്പം തൊട്ടേ ഞാൻ വരയ്ക്കുമായിരുന്നു. എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ എനിക്ക് വരച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ ആങ്ങളെ ഒരാളുണ്ട്, മോഡേൺ ബുക്ക് സ്റ്റാൾ ബത്തേരിയാണ്. പുള്ളിയാണ് എനിക്ക് എല്ലാ സപ്പോർട്ടിങ്ങും കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വരയ്ക്കാനുള്ള ബുക്കുകളും പെയിൻറ്റിങ്ങും എല്ലാം ചാച്ചനായിരുന്നു എനിക്ക് കൊണ്ടു തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് വരയ്ക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ വരച്ചുകൊണ്ടിരുന്നപ്പോൾ പിന്നീട് എനിക്കിങ്ങനെ ഒരേ സാധനങ്ങൾ, അന്നേരം വീട്ടിൽ